ഇൻഡിഗോ സർവീസ് പ്രതിസന്ധിയിൽ സിഇഒ നേരിട്ട് ഹാജരായി വീണ്ടും വിശദീകരണം നൽകണമെന്ന് DGCA. വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഇൻഡിഗോ സിഇഒ ഹാജരാകും. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രാലയം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇൻഡിഗോ പ്രതിസന്ധി രൂക്ഷമാണ്. യാത്രക്കാരടക്കം വലഞ്ഞു. നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി. പലയിടങ്ങളിലും യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പെട്ടുപോയി. അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ പിന്നാലെ ഇൻഡിഗോ ഈ സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവർക്ക് സൗജന്യ യാത്രാ വൗച്ചറടക്കം പ്രതിഫലം നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിരുന്നു. നഷ്ടപരിഹാരത്തിന് പുറമെ 10,000 രൂപയുടെ വൗച്ചർ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ കുറേ നടപടികൾ ഇൻഡിഗോ സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ DGCAക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി ഇൻഡിഗോ സിഇഒ മറുപടി നൽകണം എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഏത് തരത്തിലൊരു നടപടിയായിരിക്കും ഇൻഡിഗോയ്ക്കെതിരെ ഉണ്ടാവുക? ജിഷ്ണു കൃഷ്ണൻ. ഇൻഡിഗോ വിമാന സർവീസുകൾ തുടർച്ചയായി മുടങ്ങിയതിൽ കർശനമായിട്ടുള്ള നടപടി വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രതിസന്ധി ഇൻഡിഗോ കമ്പനി മനഃപൂർവ്വം വരുത്തിയതാണ് എന്നൊരു വിലയിരുത്തൽ വ്യോമയാന മന്ത്രാലയത്തിനുണ്ട്. DGCA സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് പൈലറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ക്രമീകരിക്കുന്നതിനോ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ ആവശ്യമായ സമയം ലഭിച്ചിട്ടും ഇൻഡിഗോ കമ്പനി അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ വിശദമായൊരു പരിശോധന നടത്തുന്നത്. DGCA വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ സമിതിക്ക് മുൻപാകെ ഇന്നും ഇൻഡിഗോ സിഇഒ ഹാജരായി വിശദീകരണം നൽകണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇൻഡിഗോ കമ്പനിയുടെ വിശദീകരണത്തിനൊടുവിൽ DGCA നിയമിച്ച വിദഗ്ധ സമിതി അന്തിമ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് മുൻപിലേക്ക് വയ്ക്കും. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇൻഡിഗോക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ തന്നെ കേന്ദ്ര സർക്കാർ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻഡിഗോയുടെ 10% സർവീസുകൾ ഇതിനോടകം തന്നെ വെട്ടിച്ചുരുക്കി. രാജ്യത്ത് പ്രതിദിനം ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്ന കമ്പനിയാണ് നിലവിൽ ഇൻഡിഗോ. 2300-ലധികം സർവീസുകൾ ഇൻഡിഗോ നടത്തുന്നുണ്ട്. അതിലാണ് കഴിഞ്ഞൊരു 10 ദിവസത്തിലധികമായി ഓരോ ദിവസവും ശരാശരി 500 മുതൽ 600 വരെ സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് വന്ന ഗുരുതരമായ വീഴ്ചയാണ് എന്ന നിഗമനത്തിലേക്ക് നിലവിൽ വ്യോമയാന മന്ത്രാലയവും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും എത്തുന്നുണ്ട്. അതുകൊണ്ട് റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് മുഴുവൻ തുകയും അതിവേഗത്തിൽ റീഫണ്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏകദേശം 810 കോടിയിലധികം രൂപ കഴിഞ്ഞ ദിവസം വരെ മാത്രം റീഫണ്ടിനത്തിൽ നൽകിയിരുന്നു. 6 ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ ക്യാൻസലായിട്ടുണ്ട്. ഈ ഒരു പ്രതിസന്ധി അതിവേഗത്തിൽ പരിഹരിക്കണമെന്ന നിർദ്ദേശവും ഒപ്പം എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായതെന്നും അതിന് കാരണം എന്താണ് എന്നുള്ളൊരു വിശദമായ പരിശോധന നിലവിൽ നടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇൻഡിഗോ കമ്പനിയുടെ സിഇഒ പുറത്താക്കേണ്ടി വരും എന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നടത്തിയിരുന്നു. ഏതായാലും ഈ അന്വേഷണത്തിനൊടുവിൽ വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻഡിഗോ കമ്പനിക്കെതിരെയുള്ള നടപടി വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അമൽ.